ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് ആണ് കേട്ടോ. തായ്ലാൻഡിൽ പട്ടായയിലാണ് കേട്ടോ ഇത് വരുന്നത്. നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് ഒരു 8 കിലോമീറ്ററാണ് വരുന്നത്. വാക്കിംഗ് സ്ട്രീറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡെസ്റ്റിനേഷൻ അറിയാൻ പറ്റുന്നത് അതായിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഡിസ്റ്റൻസ് പറഞ്ഞു തന്നത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത് 500 തായ് ബാത്താണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റായിട്ട് വന്നെടുക്കുകയാണെങ്കിൽ പെർ പേഴ്സണ് 500 കൊടുക്കേണ്ടി വരും. അതല്ല നമ്മൾ ഈ ടുക്ടുക്കിലൊക്കെ വരണ വഴിക്ക് തന്നെ അവരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചില ഒരു കമ്മീഷൻ ഏജൻറ്റൊക്കെ കാണും. അപ്പോൾ അതുവഴി നമുക്ക് ഒരു 100-150 തായ് ബാത്ത് കുറച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് കേട്ടോ എടുത്തത്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ കാഴ്ചയിൽ അതിമനോഹരവും അതുമാത്രമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള 7 സത്യങ്ങളെ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓരോ ശില്പങ്ങളിലൂടെയും, അതായത് നമ്മൾ ആരാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, നമ്മുടെ നമ്മുടെ ഈ സൊസൈറ്റിയിൽ തന്നെ ഒരു 2 കോയിനുകൾ ആയിട്ട് നമുക്ക് പ്രതിപാദിക്കും. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ കയറുമ്പോൾ തന്നെ ഇതൊക്കെ സ്റ്റുഡൻസാണ് കേട്ടോ. ഇവർ എത്രയോ മണിക്കൂറുകളോട്ടോ ഇരുന്നിട്ട് ഇങ്ങനെ കൊത്തുപണികളൊക്കെ ചെയ്ത് ഒരു നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനൊക്കെ. ശില്പപ്പണികളൊക്കെയാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് 1981 മുതൽ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് കേട്ടോ. 2025 ആയാലും അതിന് മുമ്പേ തീരുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല തീരുമെന്ന്. പക്ഷേ എങ്കിലും ഇതിങ്ങനെ നമ്മുടെ പോകെ എൻ്റെ സൗന്ദര്യം കൂടിക്കൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതാണ് ആ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു മാതൃകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സും ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഇവിടെയുള്ള ആൾ എന്നെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കി നോക്കൂ. നമ്മൾ സത്യം പറഞ്ഞാൽ അത്ഭുതം വരും, ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമോ ഇത്രയും വലുതൊക്കെ എന്ന്. Originally, this is what we use as a nails like this. Inside the museum, we have over 170 pieces of column. So this is how we interact the mortise and the tenon. And here, this will hold the weight that it will not move. And right here, this is how we lock the column and the balcony. So once they are locked, it will not move anymore. And over here, this is our long dovetail. So this is how they lock for the wall, and the back is decoration. So if you want to add more, you just add more and more. The same thing with this. This is dovetail. So this is how they lock for the wall, and this is how they lock for the ceiling. So this is how we connect them together. Alright? So all the knowledge here are coming from the past Siam, like ancient Thai worker, passed to generation to generation. Okay. എന്തായാലും ഒരു രക്ഷയില്ലല്ലേ. അവർ ഫുള്ളും ഈ ലോക്കിങ്ങും പല ചെറിയ സാധനങ്ങളായിട്ട് ലോക്കിങ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ അത് വയ്ക്കുന്നത്. എൻ്റെ ദൈവം ആലോചിക്കാൻ കൂടെ വയ്യ. ആലോചിച്ച് നോക്ക്, ഇത് ഇത്രയും ലോക്കിങ് ചെയ്തൊക്കെ വെച്ചിരിക്കണം. നമ്മളവിടെയൊക്കെ ഓരോരോ പാലങ്ങൾ 15 കോൺക്രീറ്റൊക്കെ ഇട്ട് വെച്ചാൽ തന്നെ പൊളിഞ്ഞു വീഴാണ്. ഇത് നിൽക്കണത് ഒരു രക്ഷയില്ല കേട്ടോ. മാത്രമല്ല അതിൻ്റെ എന്തായാലും രസമല്ലേ ഇത് കാണാൻ. പറയാൻ വാക്കുകളില്ല. കൊള്ളാം കേട്ടോ, നൈസ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ മാത്രമല്ല ഓരോരോ സെക്ഷനാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ അതായത് വിസിറ്റേഴ്സ് ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ഒരു ഗൈഡ്, ജർമ്മൻ ലാംഗ്വേജ്, ഇങ്ങനെ ഓരോരോ ലാംഗ്വേജ് അവിടെ നമ്മൾ എൻട്രൻസ് കയറുന്നതിൻ്റെ അവിടെ തന്നെ ഇംഗ്ലീഷിന് ഈ ടൈം തൊട്ട് ഈ ടൈം വരെ, ജർമ്മൻ ലാംഗ്വേജ് ചെയ്ത് തായ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടെ വന്നിട്ട് അവരെല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ശില്പങ്ങളും കുറിച്ചും അവിടുത്തെ ഓരോരോ നമ്മുടെ ജീവിതത്തിൻ്റെ 7 സത്യങ്ങളെക്കുറിച്ച് ഓരോരോ സ്ഥലത്ത് എത്തിയിട്ട് അവിടെയുള്ള ശില്പങ്ങളെയും ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇവിടെയാണെങ്കിൽ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു പേപ്പറൊക്കെ ചെറിയൊരു പ്രൊവിഷർ കൊണ്ട് തരും കേട്ടോ, പല ലാംഗ്വേജിലുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെ പിന്നെ ഒരു തൊപ്പി മസ്റ്റായിട്ട് വെക്കണം, കാരണം പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എപ്പോഴാണ് സാധനങ്ങളൊക്കെ വന്ന് തലയിൽ കൂടെ വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളെ കൂടെ വന്ന ഈ ഗൈഡ് വളരെ മനോഹരമായിട്ട് നമുക്ക് ഓരോരോ ഡീറ്റെയിൽസിനെ കുറിച്ചും ഇത് കേട്ടപ്പോൾ ഒരു അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴും അതിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ലോകത്തൊന്നും ആയിപ്പോലും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഓരോരോ ശില്പങ്ങൾ വെച്ചിരിക്കുന്നതിനും ഓരോരോ അർത്ഥങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ സത്യം മനസ്സിൽ നമ്മൾ ചിന്തിക്കില്ല, അത്ര മാത്രം കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ 7 സത്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇത് കൂടുതൽ പറഞ്ഞത് ഡോക്യുമെൻ്ററി പോലെ ആവുമെന്തോ എനിക്കറിയത്തില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ഞാനിപ്പോൾ ഇവിടത്തേക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡീറ്റെയിൽസും കൂടെ ഇങ്ങനെ ഷെയർ ചെയ്ത് തുടക്കം ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്നാണ്, നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഓരോരോ ചോദ്യങ്ങൾ. നമ്മുടെ സ്റ്റാർട്ടിങ് മുതലേ. പക്ഷേ ഇതിൻ്റെ ആൻസറുകൾ ഇപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് പേഴ്സൺ ടു പേഴ്സൺ, അതായത് അവരെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് അതിനകത്ത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാം ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് മ്യൂസിയത്തിനകത്ത് ഇവരെ ഓരോരോ ശിലകളിലൂടെയും ഓരോ മരത്തടികളിലെയും ശില്പങ്ങളിലെയും കൂടെയൊക്കെ
എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ജീവിതത്തിൻ്റെ 7 ട്രൂത്ത് ഓഫ് ലൈഫിനെ കുറിച്ച്. ജസ്റ്റ് പറഞ്ഞു പോകാനായിട്ട് ഈ 7 സത്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതൽ പറഞ്ഞു ചിലപ്പോൾ ക്ലാസ് ആയിപ്പോവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെവലായിപ്പോവും. ഇപ്പോൾ ആദ്യത്തെ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്നാണെന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സമത്വമാണ്. അതായത് നമ്മൾ റിച്ച് ആണെങ്കിലും നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതാണെങ്കിലും നമ്മളെല്ലാവരും ഒരു തുല്യത ഉണ്ട് എന്നുള്ളതിനാണ്. അതൊരു 4 എലമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. അതായത് എർത്ത്, വാട്ടർ, വിൻഡ്, ഫയർ. ഇപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നതാണ് ഇപ്പം ഫസ്റ്റ് ട്രൂത്ത്. ഇപ്പം രണ്ടാമത്തെ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നുള്ളതാണ്. ഇതിന് പല പ്രകൃതിയും അതുപോലെ തന്നെ ഭൂമിയുടെ മാതാവ്, സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ പിന്നെ നമ്മുടെ മാതാപിതാക്കൾ, എങ്ങനെയുള്ള പല വിവിധ തടി ശില്പങ്ങളിലൂടെയാണ് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിനകത്ത് ഒരു ഭാഗത്ത് നമ്മുടെ ഒരു സ്ത്രീയും പുരുഷനെയും കാണിച്ചിട്ട് നമ്മുടെ ജനനവും അതുപോലെ നമ്മുടെ വാർദ്ധക്യവും അതുപോലെ നമുക്ക് രോഗം, മരണം, അങ്ങനെ പല ഘട്ടങ്ങളും ഇതിനകത്ത് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പം ജനിച്ച ദിവസം നമുക്ക് വളരെയധികം ആ ഒരു വ്യക്തിയെ ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു ദിവസമായിട്ടും പിന്നെ കൂടാതെ ഈ ഒരു സത്യം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ സ്വാധീനത്തെയാണ് കേട്ടോ ഇത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നത്. ഈ മൂന്നാമത്തെ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എൻഡ് ഓഫ് ദ ലൈഫാണ് കേട്ടോ. എന്നാൽ ഇതിൻ്റെ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു സെൻറ്ററായിട്ട് ഈ ബുദ്ധൻ്റെ പ്രതിമകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. നമ്മൾ ജനിച്ചത് തന്നെ മരിക്കാനാണ് എന്നുള്ളൊരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് മരണത്തിൽ നിന്നും ആർക്കും രക്ഷയില്ല. നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് അവസാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ മാത്രമാണ്. നമ്മളിപ്പോൾ നല്ലതായിരുന്നു, ചീത്തയായിരുന്നു, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. കൂടാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകൾ വളർത്താനും ആഗ്രഹങ്ങളെ കുറയ്ക്കാനും അങ്ങനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു മൂന്നാമത്തെ ട്രൂത്ത് പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട്. നാലാമത്തെ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സിവിലൈസേഷനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കൂടുതൽ സ്വാധീനം ചെലുത്തിയ മഹത്തായ വ്യക്തികളെക്കുറിച്ചും മെയിനായിട്ടുള്ള സിവിലൈസേഷൻ അത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള കുറേ പോയിൻറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു നാലാമത്തെ കാര്യത്തിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നത്. അഞ്ചാമത്തെ ഒരു പോയിന്റ് വളരെ മനോഹരമാണ് കേട്ടോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ലൈഫ് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ ജേണി, അതുപോലെ ലൈഫിൻ്റെ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഓരോ പർപ്പസ്, നമ്മുടെ എന്താ പറയുക സ്വയം, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്, അതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ പറയുന്നത്. കൂടാതെ മെയിനായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കുറേ ഗൈഡ്ലൈനും കൂടെ പല ശില്പങ്ങളിലൂടെയൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യുന്നത് കേട്ടോ. അതിലിപ്പം ചങ്ങാത്തം, കുറേ എന്തായാലും തെമ്മാടി പിള്ളേരോടത്തൊന്നും ചങ്ങാത്തം കൂടരുത്, നല്ല കൂട്ട് കൂടിക്കഴിഞ്ഞാൽ അവർ നല്ല കാര്യങ്ങളിലേക്ക് നയിക്കും. പിന്നെ സമൂഹത്തിലേക്ക് വേണ്ടി സ്വയം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വയം പര്യാപ്തതയും നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനും എപ്പോഴും അറിവൊക്കെ നേടി നല്ല കഴിവുകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിച്ച് അങ്ങനെ വിനയത്തോടുകൂടിയും നല്ല സംസാരിച്ച് മാതാപിതാക്കളുമൊക്കെ നല്ലതായിട്ടൊക്കെ പോയി കുട്ടികളെയൊക്കെ നമ്മൾ വളർത്താനൊക്കെ നല്ല സന്തോഷത്തോടെയും നല്ല രീതിക്ക് വളർത്തി അങ്ങനെയൊക്കെ വളരെ ജീവിതത്തിൻ്റെ ആയിട്ടുള്ള നമ്മുടെ മെയിൻ കുറേ പോയിൻറ്റുകളെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ അതിനകത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ആറാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു 2 കോയിൻ വശങ്ങളായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് വളരെ മനോഹരം തന്നെ. ഈ സമൂഹം കൊണ്ട് നമ്മൾ സൊസൈറ്റിയെ കൊണ്ട് ഏറ്റവും കൂടുതൽ തൊന്തരവ് നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അമ്മാതിരി ഒരു സാധനമാണ്. പെണ്ണ് കെട്ടിയില്ലേ, കുട്ടിയായില്ലേ, ജോലിക്ക് പോണില്ലേ, ജോലിയായില്ലേ, അങ്ങനെ വീട് വെച്ചില്ലേ, എന്ത് വാടകയ്ക്ക് താമസിക്കണത്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. സൊസൈറ്റി അപ്പോൾ ഈ ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, ഇതിന് ഈ ഇരുവശങ്ങളെക്കുറിച്ചും നമ്മുടെ പെരുമാറ്റവും സമൂഹത്തിൽ മറ്റുള്ളവരുടെ പെരുമാറ്റമൊക്കെ നമ്മുടെ നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങളും അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകുന്നത് കേട്ടോ. കൊള്ളാം, നൈസ് തന്നെ കേട്ടോ. ഇതിൽ തന്നെ പിന്നെ ഒരു കുറേ പാർട്ടുകളായിട്ട് പല എന്താ പറയുക ശില്പങ്ങളിലൂടെയൊക്കെ ഇപ്പം നമ്മുടെ എന്താ പറയുക സെൽഫിഷ്നെസ്സും അതുപോലെ നമ്മുടെ റെസ്പെക്റ്റ് ഇല്ലായ്മയും അങ്ങനെ സൊസൈറ്റിയിലെ കുറേ എന്താ പറയുക ഓരോരോ തീരുമാനങ്ങളും അല്ലാത്തൊക്കെ കുറേ ഉണ്ടല്ലോ, അങ്ങനെ കുറേ സംഭവങ്ങളെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബിഗിനിങ് ഓഫ് സൊസൈറ്റി, ഒരു സമൂഹത്തിൻ്റെ തുടക്കം, അതിനെക്കുറിച്ചാണ് കേട്ടോ. അതായത് ആൾമോസ്റ്റ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ജേണി എൻഡാവുന്ന ഉള്ള ഒരു കണക്കിനാണ് ഒരു കോൺസെപ്റ്റ് പോകുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഫാമിലിയുടെ ഇമ്പോർട്ടൻസും, നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ ആദ്യത്തെ സ്കൂള്, പിന്നെ അതുപോലെ ടീച്ചർ, ഫ്രണ്ട്, ആ ഒരു സബ്ജക്റ്റും ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. കൂടാതെ കുറച്ച് റിമൈൻഡറും കൂടെ വന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു സമൂഹത്തിനെ നമ്മളിപ്പോൾ ഉണ്ടാക്കുകയാണ്. അതായത് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ കുട്ടികൾ ആവുമല്ലോ,
അപ്പോൾ അങ്ങനെ നമ്മളൊരു കുട്ടിക്ക് ജന്മം നൽകി കുട്ടിയെ നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവരിക, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല ടീച്ചിങ്, നല്ല പഠനങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു പേഴ്സണാക്കി എടുക്കുക, സ്വന്തമായിട്ട് എന്താ പറയുക സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ളത് കൊടുക്കുക, അതുപോലെ നല്ലൊരു കരിയർ സ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കട്ടെ, നമ്മൾ കൂടുതൽ എന്താ പറയുക ഇങ്ങനെ ഫില്ല് ചെയ്തൊന്നും കൊടുക്കണ്ട. പിന്നെ നല്ലൊരു സപ്പോർട്ടിക്കായി നല്ലൊരു എന്താ പറയുക പങ്കാളിയെ ഏൽപ്പിച്ച് കൊടുക്കുക, അവരെ നല്ലൊരു ഫ്യൂച്ചറിൻ്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ളൊരു നല്ലൊരു അസറ്റായിട്ട് വളർത്തിയെടുക്കുക. അങ്ങനെ കുറച്ച് ഒക്കെയാണ് കേട്ടോ. കൊള്ളാം. ഇതൊക്കെയാണ് നമ്മുടെ സാഞ്ചുറി ഓഫ് ട്രൂത്തിൻ്റെ 7 സത്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പോകുന്നത്. ഇതിലും കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോക്യുമെൻ്ററി ആവും. ഇപ്പം തന്നെ ഒരു ടീച്ചിങ് ക്ലാസ് പോലെ വല്ലതും ആയോ എന്നാണ് എനിക്കറിയത്തില്ല, എങ്കിലും ക്ഷമിക്കണം കേട്ടോ. കൊള്ളാം കേട്ടോ. എന്നാലും നിങ്ങൾ അഥവാ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ കാഴ്ചകൾ തന്നെ നിങ്ങൾക്ക് അത്രയും മനോഹരമായ ഒരു സാധനം തന്നെ കേട്ടോ. ഇങ്ങനെയുണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ പഴയ കൊട്ടാരങ്ങളൊക്കെ കാണുന്ന ഓർമ്മ പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാം. അങ്ങനെ പഴയ കാഴ്ചകളൊക്കെ കണ്ട് ആൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി പതുക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. ഇതൊക്കെയാണ് ഈ പുറത്തെ ഒരു സൈഡിലായിട്ടുള്ളതൊക്കെ. പിന്നെ എപ്പോഴും അവിടെയൊക്കെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചും കണ്ടൊക്കെ നടക്കണം, തലയിൽ ആ ഹെൽമെറ്റും കൂടെ വെച്ചിരിക്കണം. ഇവിടെ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ എൻട്രൻസ് തൊട്ട് എത്തുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിനകത്ത് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അതായത് നമ്മൾ ഈ പഴയ രാജാക്കന്മാരൊക്കെ പോകുമല്ലോ, ഒരു ബാക്കിലൊരു കാരേജൊക്കെ ആയിട്ട്, അതിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഹോഴ്സ് റൈഡിങ് ഉണ്ട്, എലിഫൻറ്റ് റൈഡിങ് ഉണ്ട്, ഒരു ചെറിയൊരു മിനി സൂ ഉണ്ട്, പിന്നെ ഹിമവാൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. കൂടാതെ നല്ല മസാജ് ഉണ്ട് കേട്ടോ. അതായത് ഫുഡ് മസാജാണ് കേട്ടോ. നമ്മൾ ഇത്രയൊക്കെ നടന്നെല്ലാം കണ്ടിട്ട് ഒരു ഫുഡ് മസാജൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ വേറെ ലെവലായിരിക്കും, നല്ല സുഖമായിരിക്കും കേട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു സെറ്റാണ് സ്ഥലം. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പതുക്കെ അപ്പുറത്തോട്ട് പോയാണ് കേട്ടോ എക്സിറ്റ്. 2 സ്ഥലത്ത് നല്ല കാടുകളും കൂടാതെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാം. നല്ല ചിലതൊക്കെ പുരാതനതാണ് കേട്ടോ. തൊട്ട് കഴിഞ്ഞ് ഇപ്പം പൊടിഞ്ഞു വീഴുന്നുള്ള കണക്കിന്, പക്ഷേ അതിൻ്റെ ഒരു സൗന്ദര്യം ഒരു രക്ഷയില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇനി പതുക്കെ പുറത്തോട്ട് പോകാം. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.